ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് തന്നിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ രണ്ട് പാർട്ട് കൂടി കാണുമ്പോഴേക്ക് നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടും. ഓക്കെ, വീഡിയോ കണ്ടു. അപ്പോൾ നമ്മൾ കിങ്ഡം ഫഞ്ചി നിങ്ങൾക്കൊക്കെ അറിയാം. ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം ഫഞ്ചിയിൽ വരുന്നത്. ഹെട്രോട്രോഫിക് എന്ന് വെച്ചാൽ ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദിയർ ഫുഡ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മറ്റ് ജീവജാലങ്ങളുടെ ഫുഡിന് വേണ്ടിയിട്ട് അവ ആശ്രയിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ മൾട്ടി സെല്ലുലാർ. മിക്കവാറും മൾട്ടി സെല്ലുലാർ ആണ്. കുറെ സെല്ലുകൾ ഉണ്ട്. യൂകാരിയോട്ടിക് ആണ്. And this shows great diversity in morphology and habitat. പല ഡൈവേഴ്സ് ആയിട്ടാണ് ഇവ കാണുന്നത്. പല രീതിയിൽ അവിടെ ഹാബിറ്റാറ്റിലും അതുപോലെ അവിടെ മോർഫോളജിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ ഈസ്റ്റ് യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആന്റിബയോട്ടിക്സ് എടുക്കുന്ന പെൻസിലിൻ വരുന്നത് ഈ കിങ്ഡം ഫഞ്ചയിലാണ്. ദെൻ വീറ്റ് റെസ്റ്റിന് കാരണമായിട്ടുള്ള പക്സീനിയ വരുന്നത് കിങ്ഡം ഫഞ്ചയിലാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് ഫഞ്ചയുടെ പ്ലാന്റ് ബോഡി ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കിങ്ഡം ഫഞ്ചയുടെ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാല് ഫിലമെന്റസ്. അവിടെ പ്ലാന്റ് ബോഡി ഫിലമെന്റസ് ആയിട്ടാണ് കാണുന്നത്. ഫിലമെന്റ് പോലെ. ആൻഡ് they consist of long slender thread like hyphae. ഹൈഫികളായിട്ടാണ് അവരുടെ പ്ലാന്റ് ബോഡി ഉള്ളത്. ത്രെഡ് ലൈക്ക് ഹൈഫേ. ഈ ഹൈഫികളെ നെറ്റ്വർക്ക് ആയിട്ട് കാണും. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ നോൺ ആസ് മൈസീലിയം. അപ്പൊ നോക്കാം നമുക്ക്. കണ്ട, ഇങ്ങനെ ഹൈഫികളെ നെറ്റ്വർക്ക് ആയിട്ട് കാണും. അതിന് പറയുന്ന പേരാണ് മൈസീലിയം. And then some hyphae continuous tubes filled with a multinucleate cytoplasm. അതായത് ചില ഹൈഫേകള് ഇങ്ങനെ ഇടയിൽ സെപ്റ്റ ഇല്ലാണ്ട് ഈ ട്യൂബിന്റെ ഉള്ളിൽ നിറയെ മൾട്ടിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ആയിട്ടുള്ള ഹൈഫയാണ് കാണാം. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ചിലപ്പോ. അതിന് പറയുന്ന പേരാണ് സീനോസിറ്റിക് ഹൈഫേ. സീനോസിറ്റിക് ഹൈഫേ എന്ന് പറഞ്ഞാല് മൾട്ടിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഹൈഫയ്ക്ക് പറയുന്ന പേരാണ്. അതായത് ഇവിടെ സെപ്റ്റ ഇല്ല. അതിന് പറയുന്ന പേരാണ് സീനോസിറ്റിക് ഹൈഫേ. എന്നാൽ ചിലതില് ക്രോസ് വാൾസ് അല്ലെങ്കിൽ സെപ്റ്റ ഉണ്ടാകും അല്ലെ. ഈ ന്യൂക്ലിയസിൽ ഓരോ ന്യൂക്ലിയസ് ആയിട്ട് ഇതിൽ ക്രോസ് വാൾ വരും. പിന്നീട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫംഗൽ സെൽ വാൾ മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്. എന്തുകൊണ്ടാണ് ഫംഗസിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഫംഗൽ സെൽ വാൾ മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. കൈറ്റിനാണ് ഫംഗൽ സെൽവാൾ മെയിൻ ആയിട്ട്. കൈറ്റിനും പോളിസാക്കറൈഡ്സും ആണ് ഫംഗൽ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫംഗസിന്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. അവിടെ പ്ലാന്റ് ബോഡിക്ക് ഹൈഫേ എന്ന് പറയും. ഹൈഫയുടെ നെറ്റ്വർക്കിന് നമ്മൾ മൈസീലിയം എന്ന് പറയും. ചില ഹൈഫകൾ കണ്ടിന്യൂസ് ട്യൂബ്സ് ആവും. അത് മൾട്ടിന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസം ഉണ്ടാവും. ചിലതിൽ സെപ്റ്റ ഉണ്ടാകും അല്ലെങ്കിൽ ക്രൂസ് വാൾസ് ഉണ്ടാകും. ഇതിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിനും പോളിസാക്കറൈഡ്സും കൊണ്ടാണ്. ഓക്കെ, ഇതാണ് മൈസീലിയം കേട്ടോ. ഇതൊക്കെ ഫംഗസുകളാണ്. ഇനി നോക്കാം നമുക്ക് അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്. നമ്മളറിയാം ഹെട്രോട്രോഫിക് ആണെന്ന് പറഞ്ഞു. സോ ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദിയർ ഫുഡ് അല്ലെ. അപ്പൊ അവരുടെ ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് ആണ്. They may be saprophyte. Saprophyte എന്ന് പറഞ്ഞാല് they derive food from dead organic matter. അതായത് ഡെഡ് ആയിട്ടുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഫുഡ് എടുക്കുന്ന ജീവജാലങ്ങൾക്ക് പറയുന്ന പേരാണ് സാപ്രോഫൈറ്റ്. അപ്പൊ ഇവിടെ ന്യൂട്രീഷൻ എന്തെങ്കിലും സാപ്രോഫൈറ്റിക് ആവാം. പൊതുവെ പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറൈവ് ഫുഡ് ഫ്രം ലിവിംഗ് ഓർഗാനിസംസ്. പരാതങ്ങൾ അല്ലെ, ജീവനുള്ളവയിൽ നിന്ന് ആഹാരം എടുക്കുന്നവയാണ് പാരസൈറ്റ്സ് എന്ന് പറയാം. സിംബയോൺസ്. സിംബയോൺസ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മില് പിന്നെ സിംബയോട്ടിക് അസോസിയേഷൻ, രണ്ടുപേർക്കും ഗുണമുള്ള അസോസിയേഷൻ. അതായത് അസോസിയേഷൻ ഓഫ് ആൽഗെ വിത്ത് ഫഞ്ചി. ആൽഗെ ഫഞ്ചിയുമായിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്. ലൈക്കൻ അല്ലെ. അപ്പൊ ഇങ്ങനെ സിംബയോട്ടിക് അസോസിയേഷൻ കാണാം. ആൻഡ് ദെൻ അതുപോലെ മൈക്കോറൈസ ഉണ്ട്. അതായത് അസോസിയേഷൻ ഓഫ് ഫംഗി വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് ഫംഗസിനുള്ള അസോസിയേഷൻ പറയുന്ന പേരാണ് മൈക്കോറൈസ. അപ്പൊ ഇവരുടെ ന്യൂട്രീഷൻ ഇങ്ങനെയൊക്കെ ആവും മക്കളെ. സ്പീഡിലാണ് പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ സിമ്പിൾ ആണ്.
ഈ നോട്ട് വേണമെങ്കിൽ അപ്പൊ ഇങ്ങനെ എഴുതിയെടുത്തോളൂ കേട്ടോ. സ്ലൈഡുകളിലുള്ളത് ഇങ്ങനെ ഇത്ര തന്നെ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ. എന്തായാലും നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിൽ എഴുതാൻ പറ്റും. ഇനി ഫംഗസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നത് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, മുറിഞ്ഞു പോയിട്ട്, അതുപോലെ ഫിഷിംഗ്, അതുപോലെ ബഡ്ഡുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു ഈസ്റ്റിലൊക്കെ ബഡ്ഡിങ് ആണ് നടക്കുന്നത്. അങ്ങനെ ഫംഗസുകളിലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാം. ഓക്കെ, ഇനി ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ചിലതില് കൊണീഡിയോസ്പോർസ് ഉണ്ട്, ചിലതില് സ്പൊറാൻജിയോസ്പോർസ് ഉണ്ട്, ചിലതില് സൂസ്പോർസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. കൊണീഡിയോസ്പോർസ്, സ്പൊറാൻജിയോസ്പോർസ്, സൂസ്പോർസ്. അപ്പൊ നമുക്ക് സ്പൊറാൻജിയോസ്പോർസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, കൊണീഡിയോസ്പോർസ് എന്ന് പറഞ്ഞാൽ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ് അല്ലെ. ഫംഗസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആദ്യം അവിടെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂഷൻ നടക്കും. അതായത് ഗെമറ്റുകളുടെ പ്രോട്ടോപ്ലാസം, അതല്ലെങ്കിൽ ഇപ്പൊ രണ്ട് സെല്ലുകൾ അടുത്തടുത്തുള്ള ഹൈഫകളുടെ സെല്ലുകൾ തമ്മിലാണ് വെച്ചാൽ അവിടെ ഈ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂഷൻ നടക്കും. That is known as plasmogamy, the fusion of protoplasm between the gametes. അതാണ് പ്ലാസ്മോഗമി. ഈ പ്രോട്ടോപ്ലാസം ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് എന്താണ്, അവയിൽ തമ്മിലുള്ള ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂഷൻ നടക്കണം. ഈ ന്യൂക്ലിയസുകളുടെ ഫ്യൂഷന് പറയുന്ന പേരാണ് കാരിയോഗമി, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയർ. Then after produced ചെയ്തിട്ടുള്ള സൈഗോട്ട്, it undergoes meiosis or reduction division resulting in haploid spores. ഇവയ്ക്ക് മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോറുകളെ നമ്പറുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഫംഗസിന്റെ പ്ലാൻ ബോഡി നമുക്കറിയാം, അത് ഹാപ്ലോയിഡ് ആണ് അല്ലെ. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകളിലാണ് നടക്കുന്നത്: പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ഓക്കെ മക്കളെ, ദെൻ ഇനിയുള്ളത് ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇങ്ങനെ ഹൈഫയിലുള്ള ടു ഹാപ്ലോയിഡ് ഹൈഫേ കം ടുഗദർ ആൻഡ് ഫ്യൂസ്. രണ്ട് ഹാപ്ലോയിഡ് ഹൈഫേകള് അടുത്തടുത്ത് വന്നിട്ട് അവയിൽ ഫ്യൂഷൻ നടക്കും. റിസൾട്ട് ഇൻ ഡിപ്ലോയിഡ് സെൽസ് അല്ലെ, 2n ആയിട്ടുള്ള സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ചിലതില് ഇതിന്റെ ഒപ്പം തന്നെ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കും അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാരിയോഗമി. എന്നാൽ ചിലതിൽ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസുകളെ ഫ്യൂഷൻ നടക്കാണ്ട് ഒരു സെല്ലിന്റെ ഉള്ളിൽ രണ്ട് ന്യൂക്ലിയസുകളായിട്ടുള്ള N+N ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഒരു സെല്ലിന്റെ ഉള്ളിൽ രണ്ട് ന്യൂക്ലിയസുകളായിട്ടുള്ള സ്റ്റേജ് കാണും, അതിന് പറയുന്ന പേരാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ്. പിന്നീട് എന്ത് ചെയ്യണം, ഈ രണ്ട് ന്യൂക്ലിയസുകൾ, 2 nuclei fuse together and become dikaryotic and produces fruiting bodies. ഇവ ഈ ഡൈകാരിയോട്ടിക് ആയിട്ടുള്ളത് എന്ത് ചെയ്യാണ്, പിന്നീട് ഫ്യൂഷൻ നടന്നിട്ട് അവയിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് പിന്നീട് ഹാപ്ലോയിഡ് സ്പോറുകൾ, അതായത് പെട്ടെന്ന് തന്നെ ഫ്യൂഷൻ നടക്കാണ്ട് കുറച്ചു നേരം ഒരു സെല്ലിലെ രണ്ട് ന്യൂക്ലിയസുകൾ ഉള്ള ഒരു സ്റ്റേജ് ഇതിൽ കാണും അല്ലെ, ചില ഫംഗസുകൾ. ഇതൊക്കെയാണ് ഇവിടെ ലൈഫ് സൈക്കിൾ. കണ്ടോ, ഇവിടെ സ്പോറുകൾ ഉണ്ടാകുന്നത് പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് അല്ലെ. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ് മൈസീലിയത്തിൽ. അപ്പൊ ഇങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി ഇത് നമ്മള് പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കറിയുണ്ടാവും. എന്നാലും നമ്മൾ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു നല്ല ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഫംഗസിന്റെ ക്ലാസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫൈക്കോമൈസിസ്, ആസ്കോമൈസിസ്, ബസിഡിയോമൈസിസ് ആൻഡ് ഡ്യൂട്ടറോമൈസിസ്. ഇങ്ങനെ 4 ക്ലാസുകളായിട്ടാണ് ഫംഗസിനെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മൈസൈറ്റ്സിന്റെ ഗ്രൂപ്പാണ്, ക്ലാസ് ആണ് ഫൈക്കോമൈസിസ്. ഈ ഫൈക്കോമൈസിസിന്റെ പ്രത്യേകത, they found in aquatic habitat. അക്വാട്ടിക് ഹാബിറ്റാറ്റില് നനവുള്ള ഇടങ്ങളില് വെള്ളത്തിലൊക്കെയാണ് കാണുന്നത്. ഡിക്കേയിങ് വുഡ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഡാമ്പ് പ്ലേസസ് അല്ലെ, നനവുള്ള ഇടത്തൊക്കെ ഇതിനെ കാണുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദം ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഓൺ പ്ലാന്റ്സ്. ചിലത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ് ആയിട്ട് മാത്രം ജീവിക്കാൻ പറ്റുന്നവര്. Then their mycelium is aseptate and cenocytate. അപ്പൊ നമ്മൾ നേരത്തെ വരച്ചു കാണിച്ചു അല്ലെ. അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റേ ഇല്ല. സിനോസിറ്റിക് ആയിട്ട് കുറെ ന്യൂക്ലിയസുകൾ ഒരു ഹൈഫേന്റെ ഉള്ളിൽ കാണുന്നു.
ഇവിടെ asexual reproduction by zoospores. Zoospores ആണ് ഇതിന്റെ asexual reproductive structure എന്ന് പറയുന്നത്. ഓ by aplanospores. Zoospores aplanospore തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ zoospores motile ആണ്, ചലിക്കാൻ പറ്റും. aplanospores നോൺ motile ആണ്, അവർക്ക് ചലിക്കാൻ പറ്റില്ല. Okay, then the spores are produced endogenously in sporangium. സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നത് സൈഗോസ്പോർ പ്രൊഡ്യൂസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സൈഗോസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾസ്, ചിലപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, ഓട്ട്മാൻ ഔട്ട് ആക്കാനോ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. റൈസോപ്പസ്, ആൽബുഗോ ആൻഡ് മ്യൂക്ക, ഇതൊക്കെയാണ് ഫൈക്കോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നുകൂടി പറയാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് എ സൈഗോസ്പോർ ഈസ് ഫോംഡ്. അല്ലെ, ഗാമീറ്റുകളുടെ ഫ്യൂഷൻ നടന്നിട്ട് സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. The gametes may be isogamous, അതായത് gametes are similar in their morphology. അവിടെ മോർഫോളജി ഒരേപോലെയുള്ള ഗാമറ്റുകൾ ഉണ്ടാകും. or they may be anisogamous, dissimilar gamete, ഡിഫറെന്റ് ആയിട്ടുള്ള ഗാമറ്റുകൾ അല്ലെ. പിന്നീട് ഊഗാമസ് ആയിട്ടുള്ള ഗാമറ്റുകൾ കാണും, അതായത് ലാർജ് നോൺ മോട്ടൈൽ എഗ് വലതും നോൺ മോട്ടൈൽ ആവുക. ദാറ്റ്സ് ഫെർട്ടിലൈസ്ഡ് ബൈ സ്മോൾ മോട്ടൈൽ സ്പെർം, ചെറുതും മോട്ടൈൽ ആവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ ഗാമറ്റുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അല്ലെ. ഓക്കെ, അടുത്ത ക്ലാസ് ആണ് that class known as ascomycetes. ഇതിൽ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാണ് they are commonly known as sac fungi. സാക് ഫംഗി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാന്ന് ചിലപ്പോൾ ചോദിക്കാം അല്ലെ. സാക് ഫംഗി എന്ന് പറഞ്ഞ ആസ്കോമൈസിറ്റ്സ് ആണ്. അവയില് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ് വരുന്നത് ആസ്കോമൈസിറ്റ്സിന്റെ ഗ്രൂപ്പിലാണ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പെനിസിലിയം വരുന്നുണ്ട്, ബാക്കിയൊക്കെ മൾട്ടി സെല്ലുലാർ ആണ് കേട്ടോ. They are saprophytic or decomposers or parasitic or coprophilous. എന്ന് വെച്ചാല് സാപ്രോഫൈറ്റിക് ആയിട്ട് ഡെഡ് ഓർഗാനിസംസിന്റെ മുകളിൽ ജീവിക്കുന്നത് കാണാം, ഡീകമ്പോസ് ചെയ്യുന്നവയായിട്ട് ജീവിക്കാം, പാരസൈറ്റിക് ആയിട്ട് ലിവിങ്ങിന്റെ മുകളിൽ കാണിക്കാം. കോപ്രോഫൈലസ് എന്ന് പറയുന്ന ഡെങ്ങിൽ, ജീവജാലങ്ങളുടെ ഡെങ്ങിലൊക്കെ ജീവിക്കുന്ന ഫംഗസുകൾക്കാണ് നമ്മൾ എന്താ പറയാ, അങ്ങനെയൊക്കെ കാണാം ആസ്കോമൈസിസ്. നമ്മുടെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റിക്, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സെപ്റ്റിക് ആയിട്ടുള്ള ഹൈഫിയാണ് കാണുന്നത്, അതായത് ക്രോസ് വാൾ ഉണ്ട്. അസെക്ഷൽ സ്പോർസ് ആർ കാൾഡ് കൊണീഡിയ. ഇവിടെ അസെക്ഷൽ സ്പോറുകൾക്ക് പറയുന്ന പേരാണ് കൊണീഡിയ. ഈ കൊണീഡിയയുടെ പ്രത്യേകത ദേ ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി ഓൺ ദ കൊണീഡിയ ഫോഴ്സ്. ഇപ്പൊ നോക്ക് അവിടെ കാണാം, മുത്തുപോലെ നിൽക്കുന്നില്ലേ, കൊണീഡിയോ ഫോറിന്റെ മുകളിൽ എക്സോജീനസ് ആയിട്ട് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് കൊണീഡിയ സ്പോർസ് ഉണ്ടാകുന്നത്. ദെൻ കൊണീഡിയ ഓർ ജെർമിനേഷൻ പ്രൊഡ്യൂസ് മൈസീല. ഈ കൊണീഡിയകള് എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു മൈസീല ഫംഗൽ പ്ലാന്റ് ബോഡി ആയിട്ട് മാറും. അപ്പൊ എക്സോജീനസ് ആയിട്ട് കൊണീഡിയോ ഫോറിന്റെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊണീഡിയോ സ്പോർസ് ആണ് എന്ത്, അല്ലെങ്കിൽ കൊണീഡിയ ആണ് ഇവിടെ asexual spores എന്ന് പറയുന്നു. ഇനി ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൽ സ്പോർസ് ആർ കാൾഡ് ആസ്കോസ്പോർസ്. സ്പോറുകൾക്ക് പറയുന്ന പേരാണ് ആസ്കോസ്പോർസ്. എവിടെയാ പ്രൊഡ്യൂസ് ചെയ്ത്, ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി, അതായത് ഉള്ളിലാണ്. ഇൻ സാക്ക് ലൈക്ക് ആസ്കസ്, ഈ സാക്ക് പോലെയുള്ള ആസ്കസിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഇവയെ സാക്ക് ഫംഗി എന്ന് പറയുന്നത്. Sac like ascus aggregated into fruiting bodies called ascocarp. ഇവ എന്ത് ചെയ്യാണ്, ആസ്കോകാർപ്പ് എന്ന് പറഞ്ഞ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് കുറെ ആസ്കസുകൾ, ഇപ്പൊ നമ്മുടെ ചക്കയിലൊക്കെ കണ്ടിട്ടില്ലേ, കുറെ ചുളകളൊക്കെ കൂടി ചേർന്നിട്ട് വലിയ ചക്ക ഉണ്ടാവില്ലേ, ഇതേപോലെ കുറെ ആസ്കസുകൾ അതിനുള്ളിൽ ആസ്കോസ്പോറുമായിട്ട് ആസ്കോകാർപ്പ് എന്ന് പറഞ്ഞ ഫ്രൂട്ടിംഗ് ബോഡി കാണാം കണ്ടോ. എക്സാമ്പിൾ ആസ്പെർഗില്ലസ്, ന്യൂറോസ്പോറ. ന്യൂറോസ്പോറ ബയോകെമിക്കൽ ജനറ്റിക് റിസർച്ചിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാവിസെർസ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ. ആൻഡ് ദെൻ ഇനിയുള്ളതാണ് ബസിഡിയോമൈസെറ്റ്സ്. അത് നമ്മുടെ ഫംഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആളുകളാണ് മഷ്റൂംസ് അല്ലെ.
they are common non-forms called mushrooms. ഇവർക്ക് നമുക്ക് ബ്രാക്കറ്റ് ഫഞ്ചി ഓർ പഫ് ബാൾസ് എന്ന് പറയാം. അപ്പൊ നേരത്തെ സാക്ക് ഫഞ്ചി ആയിരുന്നു, ഇവിടെ എന്താണ് ബ്രാക്കറ്റ് ഫഞ്ചി ഓർ പഫ് ബാൾസ് ആണ്. അവിടെ മൈസീലിയ, ഇതേപോലെ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് മൈസീലിയ ആണ്. അസെക്ഷൽ സ്പൂസ് സാധാരണ കാണുന്നില്ല. ദെൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ് പിന്നീട് സാധാരണയായിട്ട് കാണുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്യൂഷൻ ഓഫ് വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെല്ലുകൾ തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നു. വെജിറ്റേറ്റീവ് സെല്ലുകൾ തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഡൈകാരിയോട്ടിക് സെൽ, ഒരു സെല്ലിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസുകളായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. ഈ ഡൈകാരിയോട്ടിക് സ്റ്റേജിൽ നിന്ന് പിന്നെ ബസീഡിയം എന്ന് ജെർമിനേറ്റ് ചെയ്യുന്നു. ഈ ഡൈകാരിയോട്ടിക് സെല്ലിൽ നിന്ന് ബസീഡിയം ഉണ്ടാകുന്നു. ഈ ബസീഡിയം ഇങ്ങനെ കൂടി ചേർന്നാണ് ഡെവലപ്മെന്റ് ഫ്രൂട്ടിംഗ് ബോഡി കണ്ട് ബസീഡിയോ കാർപ്പ്. കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ, അതാണ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി അല്ലെങ്കിൽ ബസീഡിയോ കാർപ്പ്. മക്കളെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. Okay, then this basidium produces 4 basidiospores after meiosis. ഒരു ബസീഡിയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? 4 ബസീഡിയോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഗാരിക്കസ്, അസ്റ്റിലാഗോ, പക്സീനിയ, ഇതൊക്കെ ബസീഡിയോമൈസിസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് ഡ്യൂട്രോമൈസിറ്റ്സ് എന്ന് പറയുന്നത്. ഡ്യൂട്രോമൈസിറ്റ്സിന് നമ്മൾ ഫഞ്ചി ഇംപെർഫെക്റ്റി എന്ന് പറയും. അതായത് ഇവയിലെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് സാധാരണ കാണാറില്ലാത്തത് കൊണ്ട് അവയെ നമ്മൾ ഫഞ്ചി ഇംപെർഫെക്റ്റി എന്ന് പറയാം. വെജിറ്റേറ്റീവ് ഓർ അസെക്ഷൽ ഫോംസ് ആർ നോൺ. സാധാരണ കാണുന്നത് ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന സ്ട്രക്ചേഴ്സ്. Asexual spores കൊണീഡിയാണ്. മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ആയിട്ടുള്ള മൈസീലിയം കാണുന്നുണ്ട്. സാപ്രോഫൈറ്റ്സ് ആവാം, പാരസൈറ്റ്സ് ആവാം, ഡീകമ്പോസേഴ്സ് ആവാം. അതിന് എക്സാമ്പിൾ ആണ് ആൾട്ടർനേരിയ, കോളിറ്റോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. ഇതുവരെ പഠിച്ച എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും നമുക്ക് ഫഞ്ചി നമുക്ക് ഫൈക്കോമൈസിറ്റ്സ് ഉണ്ട്, ആസ്കോമൈസിറ്റ്സ് ഉണ്ട്, ബസിഡിയോമൈസിറ്റ്സ് ഉണ്ട്, ഡ്യൂട്രോമൈസിറ്റ്സ് ഉണ്ട്. അതിൽ ആസ്കോമൈസിറ്റ്സിനെ നമുക്കറിയാം സാക്ക് ഫഞ്ചി എന്ന് പറഞ്ഞു, ബസിഡിയോമൈസിറ്റ്സിനെ പഫ് ബാൾസ് എന്ന് പറഞ്ഞു, ഡ്യൂട്രോമൈസിറ്റ്സിനെ ഫഞ്ചി ഇംപെർഫെക്റ്റി എന്ന് പറഞ്ഞു. ഇനി ഇവിടെ പ്ലാൻ ബോഡി നോക്കൂ നിങ്ങള്. അസെപ്റ്റേറ്റ് ആൻഡ് സിനോസിറ്റിക് ആണ് ഫൈക്കോമൈസിറ്റ്സിന്റെ. ബാക്കി എല്ലാത്തിനും ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ് ആയിട്ടുള്ള പ്ലാൻ ബോഡി ഹൈഫയാണ് കാണുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫൈക്കോമൈസിസിൽ സൂസ്പോസും അപ്ലാനോസ്പോസും ആണ്. ആസ്കോമൈസിസിൽ കൊണീഡിയാണ്. ബസിഡിയോമൈസിസിൽ അസെക്ഷൽ സ്പോസ് കാണുന്നില്ല. ഡ്യൂട്രോമൈസിസിലും കൊണീഡിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ സൈഗോസ്പോർ ആണ് ഫൈക്കോമൈസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആസ്കോമൈസിസിൽ ആസ്കോസ്പോസ്, ബസിഡിയോമൈസിസിലെ ബസിഡിയോസ്പോസ്, ഡ്യൂട്രോമൈസിസിലെ ഈ സ്പോറുകള് സെക്ഷൽ റീപ്രൊഡക്ഷൻ സാധാരണ കാണുന്നില്ല. ഇനി എക്സാമ്പിൾ നോക്കൂ. ഫൈക്കോമൈസിസിന്റെ മ്യൂക്ക, റൈസോപ്പസ്, ആൽബുഗോ. ആസ്കോമൈസിസിന്റെ ക്ലാവിസിസ്, ആസ്പെർഗിലസ്, ന്യൂറോസ്പോറ. ബസിഡിയോമൈസിസിന്റെ അസ്റ്റിലാഗോ, പക്സീനിയ ആൻഡ് അഗാരിക്കസ്. ഡ്യൂട്രോമൈസിസിന്റെ കോളിറ്റോട്രിക്കം, ആൾട്ടർനേരിയ ആൻഡ് ട്രൈക്കോഡെർമ. ഓർക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ അതും കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. മ്യൂക്കർ റൈസോപ്സ് കണ്ട, മെനി റാബിറ്റ്സ് ആൾവേസ് ക്യാൻ, ക്ലാവിസെപ്സ്, ആസ്പെർഗിലസ്, ന്യൂറോസ്പോറ. അസ്റ്റിലാഗോ, പക്സീനിയ എ, Agaricus up a cat, CAT cat, Coleotrichum, Alternaria, Trichoderma. Many rabbits can up a cat. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഈ ഫൈറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരാത്ത, അതിൽ പിടുത്തം തരാത്ത കുറച്ച് വിരുദ്ധന്മാരെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്ന. They are viruses, viroids and lichens. വൈറസസിനെ കുറിച്ചിട്ട് നമുക്കിപ്പോ ഇനി കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രകൃതി തന്നെ നമ്മളത് പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലെ. വൈറസസ് എന്ന് പറഞ്ഞാൽ they are non, ജീവനുണ്ടോ? ജീവനില്ല. ജീവനില്ലേ? ജീവനുണ്ട് അല്ലെ. അതായത് വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ആണ്.
ശരിക്കും ഒരു സെല്ലായിട്ട് അവയെ നമുക്ക് കാണാൻ പറ്റില്ല. They are inert crystalline structure outside the living cell. ജീവികളുടെ പുറത്തായി കഴിയുമ്പോഴൊരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. എപ്പോഴാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? when the infected cell, ആ സെല്ലിന്റെ ഉള്ളിൽ കിടന്ന് they take over the machinery of the host cell. അതായത് നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആ മൊത്തമായിട്ട് കൺട്രോൾ ആര് ഏറ്റെടുക്കും? വൈറസുകൾ ഏറ്റെടുക്കും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ വൈറസിനെ ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉത്തരം നിങ്ങൾ എഴുതേണ്ട ഇതാണ്: viruses are inert crystalline structure outside the living cell and they when infected cell take over the machinery of the host cell and replicate. They are obligate parasites. എപ്പോഴും പാരസൈറ്റുകളായിട്ടാണ് ജീവിക്കുന്നത്. നെയിം വൈറസ്. വൈറസിന് വീനോം അല്ലെങ്കിൽ പോയിസണസ് എന്ന് പേര് കൊടുത്തത് പാസ്ചർ ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ പുതിയ ബുക്കിൽ ഇവാനോസ്കി എന്ന് പറഞ്ഞും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവാനോസ്കി ആയിട്ടാണ് പുതിയ എഡിഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് രണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരുന്നതാണ്. ഇവാനോസ്കി റെക്കഗ്നൈസ്ഡ് മൈക്രോബ്സ് ആസ് കാഷ്വൽ ഓർഗാനിസം ഇൻ മൊസൈക് ഡിസീസ് ഓഫ് ടൊബാക്കോ. ഇത് ഇവാനോസ്കി എന്ന് വെച്ചാൽ ഈ ടൊബാക്കോയിലെ മൊസൈക്കിന് കാരണമായിട്ടുള്ളത് വൈറസുകളാണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ സ്റ്റാൻലി viruses should be crystallized and crystal contains proteins. അതായത് ഇവിടെ ക്രിസ്റ്റലുകളായിട്ട് പ്രോട്ടീൻസ് ഉള്ള ക്രിസ്റ്റൽസ് ആയിട്ടാണ് വൈറസുകളെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് സ്റ്റാൻലി പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഈ വൈറസുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കണ്ട, ഇത് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. ഇതിന് പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ് എന്നാണ് പറയാം കേട്ടോ. The viruses that attack bacteria known as bacteriophage. Then ഇനി വൈറസിന്റെ വൈറസിന്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ന്യൂക്ലിക് ആസിഡ് RNA ആവാം DNA ആവാം. അതും പിന്നെ കുറെ പ്രോട്ടീൻ കോട്ട് ആയിട്ടാണ് കാണുന്നത്. പ്രോട്ടീൻ കോട്ട് എന്ന് പറഞ്ഞാൽ കുറെ ഇപ്പൊ പഴത്തിന്റെ കൊല വെച്ച പോലെ ഇത് കുറെ ക്യാപ്സിഡ്സ് കൂടി ചേർന്നിട്ട് ഇങ്ങനെ ക്യാപ്സോമിയൻസ് കൂടി ചേർന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് അതിന് കാണുന്നത്. പ്രോട്ടീൻ കോട്ട് അല്ലെ? ഓക്കെ, അതിന്റെ സ്ട്രക്ചർ നോക്കാം. പ്രോട്ടീൻ കോട്ട് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ആണ് കാണുന്നത്. ദാറ്റ് ജനറ്റിക് മെറ്റീരിയൽ മേ ബി RNA or DNA. The infect plants, പ്ലാന്റുകളെ ഇൻഫെക്ട് ചെയ്യുന്നവയ്ക്ക് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് ഉണ്ടാവുക. വൈറസുകൾക്ക് സിംഗിൾ സ്ട്രാൻഡഡ് RNA. ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്നവയ്ക്ക് സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA. സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാം, ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാം, ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടാവും. ബാക്ടീരിയോഫേജസിന് അതായത് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾക്ക് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് കാണുന്നത്. ഇവിടെ പ്രോട്ടീൻ കോട്ട് നമ്മൾ നേരത്തെ കണ്ടു. കാപ്സിഡ് ആണ്, മെയ്ഡ് അപ്പ് ഓഫ് സബ് യൂണിറ്റ് കാപ്സോമിയേഴ്സ് അറേഞ്ച്ഡ് ഇൻ ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജോമെട്രിക് ഫോംസ്. കാപ്സിഡുകളാണ്, കുറെ കാപ്സോമിയേഴ്സ് ക്യാപ്സിഡുകളാണ്. അത് കാപ്സോമിയേഴ്സ് എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ദെൻ വൈറസുകൾ കുറെ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ മംസ്, സ്മാൾ പോക്സ്, ഹെബ്സ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. പിന്നെ പ്ലാന്റുകളിലാണെങ്കിൽ മൊസൈക്ക്, ലീഫ് റോളിംഗ്, ലീഫ് കേളിംഗ്, എല്ലോയിങ്, വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ആരുണ്ടാക്കുന്നുണ്ട്? വൈറസുകള് പ്ലാന്റുകളിലും ആനിമൽസിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? സ്മാൾ പോക്സ് ഒക്കെ അറിയാലോ അല്ലെ? പസൂരി മംസ് കൊണ്ടിരിക്കാതെ അറിയണ്ടാവും. ഓക്കെ, ഇനി വൈറോയിഡ്സ് ആണ്. വൈറസിനേക്കാൾ കുഞ്ഞ് ജീവികൾക്കാണ് നമ്മൾ വൈറോയിഡ്സ് എന്ന് പറയാ. ഇൻഫെക്ഷ്യസ് ഏജന്റ് സ്മോളർ ദാൻ വൈറസസ് ഡിസ്കവേർഡ് ബൈ തിയോഡീന and they cause potato spindle tuber disease. പൊട്ടാറ്റോ അല്ല, സ്പിൻഡൽ ട്യൂബർ ഡിസീസിന് കാരണമായിട്ടുള്ളത് വൈറോയിഡ്സ് ആണ്. ഒരു ഫ്രീ RNA ആണ്, അതായത് ലോ മോളിക്കുലർ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് കിടക്കുന്ന RNA ആൻഡ് ലാക്ക് പ്രോട്ടീൻ കോട്ട് പോലും ഇല്ല. അപ്പൊ ഇതുവരെയുള്ളവർക്ക് ഒരു പ്രോട്ടീൻ കോട്ടെങ്കിലും ഉണ്ടായിരുന്ന പേരിന്, ഇതിന് അതുമില്ല. ഇതിന് വെറും ഒരു RNA മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മൾ വൈറോയിഡ്സ് എന്ന് പറയാ. ഇനിയുള്ളത് ലൈക്കൻസ് ആണ്. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചി. ആൽഗയും ഫഞ്ചിയും തമ്മിലുള്ള
സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് പറയാം. അതിന്റെ ആൽഗൽ കമ്പണന്റിന് നമ്മൾ ഫൈക്കോബയോൺ എന്ന് പറയും. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫൈക്കോബയോൺ പ്രിപ്പയർ ഫുഡ് അല്ലെ. ഫുഡ് ഉണ്ടാക്കുന്നത് ആൽഗൽ കമ്പണന്റ് ആണ്. ഫംഗൽ കമ്പണന്റിന് പറയുന്ന പേരാണ് മൈക്കോബയോൺ. And they provide shelter and absorb minerals, nutrients and water for partner. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. നിൽക്കാൻ വേണ്ടിയിട്ട് ആൽഗൽ കമ്പണന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനൊരു ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ആരെ അബ്സോർബ് ചെയ്യുന്നത്? ഈ മൈക്രോബയോൺ ആണ്. ഇവിടെ പ്രത്യേകിച്ച് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് എന്ത് കാണില്ല? ലൈക്കൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല. നോക്കാം മക്കളെ, കുറച്ച് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സജസ്റ്റ് ദ കറക്റ്റ് സയന്റിഫിക് ടേം ഫോർ ദ ഫോളോയിങ് ആൽഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൻസ്. ആൽഗൽ പാർട്ട്ണർ പറയുന്ന പേരെന്താ? ഇറ്റ്സ് നോൺ ആസ് ഫൈക്കോബയോൺ അല്ലെ. ഫൈക്കോബയോൺ എന്നാണ് ആൽഗൽ പാർട്ട്ണർക്ക് പറയാ. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നെയിം വൈറസ് ദാറ്റ് മീൻസ് വീനോം ഓർ പോയിസണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ. ആരാണ്? പാസ്റ്റർ അല്ലെ. പുതിയ ബുക്കില് ഇവനാസ്കി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് രണ്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. Then name one word for the following. Symbiotic association of algae and fungi. എന്താ പേര്? Lichens. Then viruses that attack bacteria. പേര്? Bacteriophage. Then the class of fungi known as imperfect fungi. Fungi imperfect ഏതാ മക്കളെ? Deuteromyces. അതായത് ഇതിന് സെക്ഷൽ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ടവയെ ഫംഗി ഇംപെർഫെക്റ്റ് എന്ന് പറയും. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ മോർഫോളജി ഞാൻ എക്സാം ക്വിക്ക് റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നീട് നമുക്ക് റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുക. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നന്നായിട്ട് എക്സാം എഴുതുക. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിന് കാത്തിരിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.